നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം മീൻകറി ഒന്ന് വെച്ച് നോക്കിയാലോ. ഇതിനായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 2 അയില എടുത്തിട്ടുണ്ട്. കൂടെ ഒരു മാങ്ങയും 2-3 തൊണ്ടമുളകും 2 പച്ചമുളകും. കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും എടുത്തിരിക്കുന്ന മുളക് പൊടിയുടെ പകുതി അളവിൽ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊടികൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, കളറൊന്ന് മാറിക്കിട്ടണം. മിക്സിയുടെ ജാറിലേക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്കിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും 3-4 ചെറിയ ഉള്ളിയും എടുത്തു വച്ചിരിക്കുന്ന പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മീൻ ഒരു മൺചട്ടിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങാപ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഒന്ന് അറ്റം പിളർന്ന് ഇട്ട് കൊടുക്കാം. തൊണ്ടമുളകും കൂടെ അറ്റം പിളർന്ന് ഇട്ട് കൊടുക്കാം. തിരുവനന്തപുരം മീൻകറിയിൽ മുരിങ്ങയ്ക്കായും തക്കാളിയും ചേർത്താണ് വയ്ക്കുന്നത്. നമ്മൾ മുരിങ്ങയ്ക്കായും തക്കാളിയും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പൊന്ന് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ചാറ് അല്പം കുറുകി പറ്റി വരാനുണ്ട്. നമുക്കിത് തുറന്നു വെച്ച് തന്നെ പറ്റിച്ചെടുക്കാം. കറിയുടെ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പിൻ്റെ സ്വല്പം കുറവുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കറിയുടെ ചാറൊക്കെ ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട്. നല്ല എരിവും പുളിയും ഉപ്പും പാകത്തിനുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ അങ്ങ് ഓഫാക്കാം. എന്നിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം. കറിയിലേക്ക് വേണ്ടുന്ന വറവ് തയ്യാറാക്കാം. അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി തിരുവനന്തപുരം മീൻകറി ആകത്തുള്ളൂ. നമുക്കിത് അല്പസമയം അടച്ചു വയ്ക്കാം. ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചട്ടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ തിരുവനന്തപുരം മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ലതാണ്.